ഇന്നിപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരം കൂടി എത്തുന്നു. കാരണം ഇന്നലെ ഉച്ച കഴിഞ്ഞുണ്ടായ ശക്തമായ മഴ രക്ഷാദൗത്യത്തിന് പാലം നിർമ്മാണത്തിനൊക്കെ തന്നെ വലിയ വെല്ലുവിളി ഉണ്ടാക്കിയിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ പാലം നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട്. സമാന്തര പാലമായാലും ബെയിലി പാലമായാലും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയാൽ മാത്രമേ കൂടുതൽ ഉപകരണങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയൂ. രക്ഷാദൗത്യത്തിന് അത് ഏറ്റവും നിർണായകമാകുന്നു എന്നുള്ളതാണ്. മഴ ശക്തമായാൽ തീർച്ചയായിട്ടും അത് രക്ഷാദൗത്യത്തിന് അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വലിയ വെല്ലുവിളി ഉണ്ടാക്കും. സുർജിത്ത് അയ്യപ്പത്ത് കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോൾ ഷഫീദ് പറയുകയായിരുന്നു, ഒരു ജീവനെങ്കിലും അതിനകത്ത് കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കുക. ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ ഓരോ നിമിഷവും വളരെ പ്രധാനമാണ്, നിർണായകമാണ്. അതിനിടയിൽ ഈ മഴ പെയ്യുന്നത് തീർച്ചയായിട്ടും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 6 മണിക്ക് തന്നെ രക്ഷാദൗത്യം തുടങ്ങുമോ? പാലം നിർമ്മാണം ഒരു വശത്ത് അത് പൂർത്തിയാകട്ടെ, അതിനപ്പുറത്ത് ഈ പല സംഘങ്ങളായി തിരിഞ്ഞുള്ള രക്ഷാദൗത്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ, തെരച്ചിൽ, അത് 6 മണിക്ക് തന്നെ തുടങ്ങുമോ സുർജിത്ത്? തൊട്ടപ്പുറത്ത് സമാന്തരമായി മറ്റൊരു പാലം കൂടി നിർമ്മിക്കുന്നുണ്ട്. ആ പാലം ഇന്നലെ രാത്രിയാണ് നിർമ്മാണം തുടങ്ങിയത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ സൈന്യം നേരത്തെ നിർമ്മിച്ച ഒരു താൽക്കാലിക പാലം ഉണ്ടായിരുന്നു. ആ പാലം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ അതിനെ കവർ ചെയ്തുകൊണ്ട് വെള്ളം പോകുന്ന ഒരവസ്ഥയാണ്. അത്രമാത്രം വലിയ രീതിയിലുള്ള മഴവെള്ള പെയ്ത്താണ് ഉണ്ടായത്. ഇതേ തുടർന്ന് അങ്ങനെ മലവെള്ളം ഒലിച്ചു വന്നതിനെ തുടർന്ന് അത് മുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് രക്ഷാപ്രവർത്തകർക്ക് ഏറെ നേരം കുടുങ്ങിക്കിടക്കേണ്ടി വരുന്ന ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ കുടുങ്ങിക്കിടക്കേണ്ടി വന്ന അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ദൗത്യം നടപ്പിലാക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ സൈന്യം തീരുമാനമെടുക്കുകയും ഒരു ചെറിയ പാലം 60 അടിയോളം വലിപ്പമുള്ള ഒരു ചെറിയ പാലമാണ്, മുണ്ടക്കൈയുമായി കണക്ടിവിറ്റി നൽകുന്ന ഒരു പാലമാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. ഇതുവഴി രക്ഷാപ്രവർത്തകർക്ക് മൃതദേഹം ചുമന്നുകൊണ്ട് ഇവിടേക്ക് എത്തിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ആളുകളെ രക്ഷപ്പെടുത്താനും ഇതുവഴി സാധ്യമാകും. രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനും സാധ്യമാകും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു ദൗത്യം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ നിലവിൽ ആ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു സൈന്യം. കൂടുതൽ സൈനികർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു ഇടപെടലാണ് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും എല്ലാം തന്നെ സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുമുണ്ട്. മാത്രമല്ല കൂടുതൽ സഹായങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു വയനാട്ടിലേക്ക്. അത്രയ്ക്കധികം ഒരു പൊതു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ രീതിയിൽ അവരുടെ ഇടപെടലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്തായാലും ആ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം, ചെറിയ പാലത്തിൻ്റെ നിർമ്മാണം ഇന്ന് വേഗത്തിൽ തന്നെ രാവിലെ ആകുമ്പോഴേക്കും പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയുമാണ് ഉള്ളത്. ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ഭാഗത്തേക്ക് കടക്കണമെങ്കിൽ മഴയിൽ കനത്ത രീതിയിൽ വെള്ളപ്പൊക്കം ഉള്ളൊരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് എത്തുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ദൗത്യമാണ്. ചെറിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുമില്ല. പക്ഷേ ചെറിയ പാലം കവർ ചെയ്ത് വെള്ളം പോകുന്ന, അതിനെ മൂടി വെള്ളം പോകുന്ന അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കിടക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമായതിനാൽ തന്നെയാണ് വേഗത്തിൽ ഇത്തരത്തിലൊരു ചെറിയ പാലത്തിൻ്റെ നിർമ്മാണം കൂടി നടപ്പിലാക്കാൻ സമാന്തരമായി തീരുമാനിക്കുന്നത്. ആ ദൗത്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ഇവിടെ നിന്നും മുണ്ടക്കയിൽ നിന്നും കടന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ദാരുണമായ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം അവിടേക്കുള്ള റോഡും എല്ലാം തന്നെ തകർന്ന് തരിപ്പണമായ നിലയിലാണ്. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, സീതമാർക്കുണ്ട് എന്നു പേരുള്ള വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടം വെറും ഒരു വെള്ളച്ചാട്ടം, വലിയൊരു കുഴിയിലേക്ക് വെള്ളം ചാടുന്ന വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമായിരുന്നു ഈ സീതമാർക്കുണ്ട്. അതിലേക്ക് പൂർണ്ണമായും കല്ല് വന്നടിഞ്ഞ വെള്ളച്ചാട്ടം ഇല്ലാതായിട്ടുണ്ട്. അതോടൊപ്പം അവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് നിരവധി വീടുകളാണ് നിലംപൊത്തിയിരിക്കുന്നത്. ഈ വീടുകൾക്കകത്ത് ആളുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയമുണ്ട്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണം. ഇന്നലെ ചിലർ പുതുജീവിതത്തിലേക്ക് കടന്നു വരുന്ന, അതായത് ജീവൻ കൈപ്പിടിച്ച് ഇത്ര ദിവസം മണ്ണിനടിയിൽ പൂണ്ടുന്ന ആളുകളെല്ലാം തന്നെ ഈ സൈന്യവും മറ്റ് രക്ഷാപ്രവർത്തകരും എത്തിയതിനെ തുടർന്ന് അവിടെ നിന്നും ആളുകളെ മാറ്റാൻ വേണ്ടി പലരെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. 1500-ലധികം മനുഷ്യരെ ഇതിനകം തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കാൻ, ഒരുപക്ഷെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരെ എല്ലാം തന്നെ രക്ഷപ്പെടുത്താൻ കഴിയണം. അത്തരത്തിലുള്ളൊരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ഒരു നീക്കവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൈമൈ മറന്നുള്ള സഹായം വയനാടിലേക്ക് കടന്നു വരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികൾ പോലും ലോറികൾ പോലും നമ്മൾ വരുന്ന വഴിക്ക് മേപ്പാടിയിൽ നിന്നും ഈ പ്രദേശത്തേക്ക് വരുന്ന വഴിക്ക് നമ്മൾ കണ്ടതാണ്. കാരണം അത്രമാത്രം സഹായം വയനാടിന് ഇപ്പോൾ ആവശ്യമുണ്ട്. മരണസംഖ്യ ഉയർന്നു പോകുന്നു, മരണസംഖ്യ ഒരു വലിയ അളവിലേക്ക് മാറുന്നു. ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യം. ഭയാനകമായ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി രക്ഷാപ്രവർത്തനം കൂടുതൽ സക്രിയമാക്കേണ്ടതുണ്ട്, സജീവമാക്കേണ്ടതുണ്ട്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ അക്കരയ്ക്ക് പോകേണ്ടതുണ്ട്. അത്തരത്തിലൊരു ദൗത്യമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ആ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. 4 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇന്നലെ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു മണ്ണുമാന്തി യന്ത്രം കൂടി അപ്പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ പരിസരത്ത് എല്ലാം തന്നെ പരിശോധന പുരോഗമിക്കുകയാണ്. അത്തരത്തിലുള്ള പരിശോധന വഴി ആളുകളെ എത്രയും വേഗത്തിൽ തന്നെ പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ഇവിടെ കാണുന്ന കാഴ്ചകൾ ഈ വിധത്തിലാണ്. ഇപ്പോൾ സൈനികരെ സഹായിക്കാൻ സന്നദ്ധ പ്രവർത്തകരും എല്ലാം തന്നെ വളരെ സജീവമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം തന്നെ ഇവിടെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സജീവമായ രീതിയിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. വിവിധ സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് വലിയ ഒരു ഇടപെടൽ, വലിയ ഒരു ദൗത്യം നടപ്പിലാക്കുന്നു. ആളുകളെ പരമാവധി, ജീവനുള്ള ആളുകളെ പരമാവധി ഇവിടേക്ക് രക്ഷപ്പെടുത്താനുള്ള ആ ഒരു ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ദൗത്യമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നീക്കമാണ് നമുക്ക് ഇവിടെ ഈ മേഖലയിൽ കാണാൻ കഴിയുന്നത്. സൈനികർ കൈമൈ മറന്ന് ഇടപെടുന്നു. അവർക്കൊപ്പം നിന്നുകൊണ്ട് മറ്റ് സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും ചേർന്ന് നിന്നുകൊണ്ട് ഇടപെടൽ നടത്തുന്നു. ആ ഒരു ഇടപെടലാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ ദുരന്തം, നാടിനെ ഉലച്ച ദുരന്തം, ഒരുപക്ഷെ സംസ്ഥാന ഘട്ടത്തിൽ വെച്ച് ഏറ്റവും ഭീതിതമായ അളവിലുള്ള വലിയ ദുരന്ത കാഴ്ചയാണ് ഇന്ന് മുണ്ടക്കൈയും അതോടൊപ്പം ചൂരൽമലയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സാക്ഷ്യം വഹിച്ചത്. അങ്ങനെ സാക്ഷ്യം വഹിച്ച ആ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തകരെ എത്തിച്ചുകൊണ്ടും കൂടുതൽ രക്ഷാപ്രവർത്തന രംഗം സജീവമാക്കിയും ആളുകളെ ഇവിടേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ്. പരമാവധി ആളുകളെ, കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്മിത. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ പാലം പണി തുടങ്ങിയിരിക്കുന്നു. 6 മണിയോട് കൂടി തന്നെ തിരച്ചിൽ തുടങ്ങും എന്നാണ് ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് നൽകിയ വിവരം. ഇന്നലെയുണ്ടായ കരളലിയിക്കുന്ന കാഴ്ചകളിൽ തെല്ലൊരാശ്വാസമായത് ട്രീവാലി റിസോർട്ടിൽ നിന്ന് 19 പേർ കുടുങ്ങിയിരുന്നു. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അവരെ അതിസാഹസികമായി തന്നെ അവരെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളെത്തി. ആ വിവരങ്ങളൊക്കെ തന്നെ ചെറിയൊരു ആശ്വാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും കരൾ ഉലയ്ക്കുന്ന കാഴ്ചകളാണ്, വിവരങ്ങളാണ് അവിടെ നിന്ന് ഓരോ നിമിഷവും വന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ തിരച്ചിൽ രാവിലെ 6 മണിക്ക് തന്നെ തുടങ്ങും എന്നാണ് ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് നൽകിയ വിവരം. അതോടൊപ്പം തന്നെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അത് ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി പാലം പണി പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ സമാന്തരമായ മറ്റൊരു പാലം കൂടി മുണ്ടക്കൈ പുഴയുടെ കുറുകെ നിർമ്മിക്കുന്നുണ്ട്. അത് തെരച്ചിലിന് അങ്ങോട്ട് പോകാനും അത്യാവശ്യം ഉപകരണങ്ങളും കാര്യങ്ങളും എത്തിക്കാനും അത് സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും സങ്കടകരമായ ആശങ്കയുണർത്തുന്ന ഒരു വിവരം ഇന്ന് രാവിലെ ഷഫീദ് അറിയിച്ചത് അതിരാവിലെ തന്നെ അവിടെ മഴ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മഴ തീർച്ചയായും രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാവിലെ പ്രഭാതത്തിൽ മഴ മാറി നിൽക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇന്നിപ്പോൾ പല ജില്ലകളിലും മഴ മുന്നറിയിപ്പുകളുണ്ട്. അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്തിലേക്ക് തന്നെ നമുക്ക് വീണ്ടും പോകാം. സുർജിത്ത്, അവിടെ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അതങ്ങനെ നടക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ വല്ലാതെ നമുക്ക് സങ്കടമുണ്ടാക്കുന്നുണ്ട്. കാരണം അത്രയും വെല്ലുവിളിയാണ്. ഈ ചെളി മൂടിക്കിടക്കുകയാണ് പ്രദേശം മുഴുവൻ. ഒരു പുഴ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും പോലെ ചിലയിടങ്ങളിൽ വറ്റിപ്പോയിരിക്കുന്നു, കല്ലും മണ്ണും വന്ന് നിറഞ്ഞിരിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ വലിയ പുഴ കുത്തൊഴുക്ക് അതൊരു വശത്ത് രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരാനുള്ള വലിയ വെല്ലുവിളി അത് തന്നെയാകും ഒരുപക്ഷെ ഈ രക്ഷാദൗത്യത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നതും. ഇന്നിപ്പോൾ അത് പരിഹരിച്ച് ഈ പാലം പണി പൂർത്തിയാകുമ്പോൾ സൈന്യത്തിന്റെ കൂടുതൽ അംഗങ്ങൾ എത്തുന്നു. അതോടൊപ്പം തന്നെ രക്ഷാദൗത്യത്തിന് കൂടുതൽ പേരെത്തും. പക്ഷേ ഇന്നലെ രാത്രി ഇടവിട്ട് കനത്ത മഴ പെയ്തിരുന്നു. റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലം ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് വലിയ രീതിയിലുള്ള മഴപ്പെയ്ത്ത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നലെ രാവിലെ മുതൽ തന്നെ വളരെ സ്വച്ഛമായ അന്തരീക്ഷവും
വളരെ സമാധാനപരമായ രീതിയിലുള്ള അന്തരീക്ഷമായിരുന്നു. കൃത്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിന് വിലങ്ങുതടിയായി പല ഘട്ടങ്ങളിലും മഴ വില്ലനായി ഉച്ചയ്ക്ക് ശേഷം വന്നു. മഴ പെയ്ത് തുടങ്ങിയതോടുകൂടി ഈ പുഴയിൽ വെള്ളം വലിയ അളവിൽ കുത്തിയൊലിച്ചു വന്നു. അപ്പോഴേക്കും രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ആളുകൾ ഈ പുഴയുടെ അപ്പുറത്ത് നിരന്നു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. കാരണം സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം ഏതാണ്ട് മുങ്ങിയ അവസ്ഥയിലായിരുന്നു. അതോടുകൂടി ഇവിടേക്ക് കടക്കുക എന്നുള്ളത് അപ്രായോഗികമായി വന്നു. അതുകൊണ്ട് തന്നെ പല ആളുകൾ ഇങ്ങനെ നീണ്ട നിരയായി നിൽക്കുന്ന കാഴ്ചയ്ക്കാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചതെങ്കിൽ സൈനികർ ഒരു സംഘശക്തിയായി നിന്നുകൊണ്ട് തന്നെ അവർ ഈ പാലത്തിന് അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് ആളുകളെ കടത്തിവിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പൂർണ്ണമായും ആളുകളെ വൈകിട്ട് 7 മണിയോടുകൂടി രക്ഷാപ്രവർത്തകരെ ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇതിനിടയിൽ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ അക്കരയ്ക്ക് പുഴ കടക്കുന്ന കാഴ്ചയും ഇന്നലെ കണ്ടതാണ്. എന്തായാലും അത്തരം നടപടികൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ പാലമുണ്ടായാൽ, ബെയിലി പാലം യാഥാർത്ഥ്യമായാൽ വളരെ വേഗത്തിൽ തന്നെ ആളുകളെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. രക്ഷാപ്രവർത്തകർക്കും അങ്ങോട്ട് പോകാം, വാഹനങ്ങൾ എത്തിക്കാൻ കഴിയും. അത്തരത്തിലുള്ള എല്ലാ ഇടപെടലും സാധ്യമാകുമെന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അവിടെ കൂടുതൽ സജീവമായ രീതിയിൽ തെരച്ചിൽ നടത്താൻ കഴിയും. എത്ര പേർ അകപ്പെട്ടിട്ടുണ്ട്, എത്ര പേർ മരിച്ചിട്ടുണ്ട്, എത്ര പേർ ഇനി ജീവനും മരണവുമായി മല്ലടിക്കുന്നുണ്ട് എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയുമില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. എന്തായാലും സൈന്യം കൈമൈ മറന്ന് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ഈ 190 അടി വരുന്ന 190 അടി നീളമുള്ള ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. സമാന്തരമായി ഈ ചെറുപാലത്തിന് പുറമെ മറ്റൊരു ചെറുപാലം കൂടി നിർമ്മിക്കുകയാണ്. ആ പാലം എത്ര ഒഴുക്ക് വന്നാലും അതിനെ പ്രതിരോധിക്കാവുന്ന വിധത്തിൽ അത് വളഞ്ഞ രീതിയിലൊരു നിർമ്മാണ പ്രവർത്തനമാണ് ആ പാലത്തിന് ഉള്ളത്. അത് 60 അടിയോളം നീളമുണ്ട്. അത് ഇന്നലെ രാത്രി എടുത്ത തീരുമാനമാണ് മറ്റൊരു പാലം എന്നുള്ളത്. ഇന്നലെ രാത്രി കുറേ യന്ത്ര സാമഗ്രികൾ എത്തിച്ചു. അതിനുശേഷം അവർ പാലം നിർമ്മാണം വേഗത്തിൽ തന്നെ ഈ സൈന്യം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിർമ്മിക്കുന്ന പാലം നിർമ്മിക്കുന്ന പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ പാലം നിർമ്മിച്ചാൽ മാത്രമേ അപ്പുറത്തേക്ക്, അതായത് മുണ്ടക്കൈയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. കാരണം പുഴയിൽ നല്ല മഴവെള്ളപ്പെയ്ത്തുണ്ട്. ആ മഴവെള്ളപ്പെയ്ത്ത് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വെള്ളപ്പെയ്ത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പുറത്തേക്ക് വേഗത്തിൽ കടക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. ഈ പാലം, ചെറുപാലം നിർമ്മിച്ചാൽ എല്ലാവർക്കും അപ്പുറത്തേക്ക് സുഖമായി കടക്കാം. അത് രാവിലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള ദൗത്യം, ഇടപെടൽ, അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വളരെ സജീവമായ രീതിയിലുള്ള ഇടപെടലാണ് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. സൈനികരെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തകരും ഇന്നലെ രാത്രി ഉറക്കമിഴച്ച് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. 200-ലധികം പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട് എന്നുള്ളതാണ് വിവരം. മരണസംഖ്യ ഉയരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്നലെ ഇവിടെ ഈ സിപ്ലൈൻ വഴി മൃതദേഹങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് എത്തിക്കുന്ന ഒരു ഭയാനകമായ കാഴ്ച കണ്ടതാണ്. കുട്ടികളുടെ അതടക്കമുള്ള മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്ന കാഴ്ച കണ്ടതാണ്. പക്ഷേ ഇതിനിടയിലെല്ലാം തന്നെ ഇന്നലെ യന്ത്രസഹായത്തോടു കൂടി നടത്തിയ തിരച്ചിലിൽ ഒരു ചെറിയ കുട്ടിയെ രക്ഷിച്ചെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തകർ പുറത്തു വരുന്നൊരു കാഴ്ചയും പ്രത്യാശ പകരുന്ന കാഴ്ചയാണ്. എന്തായാലും അത്തരം കാഴ്ചകൾ ഇന്നുണ്ടാകട്ടെ, കൂടുതൽ പേരെ രക്ഷിക്കാൻ കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ആശ്വാസകരമായ അനുഭവങ്ങൾ ഈ ദുരിതപ്പെയ്ത്തിൻ്റെ കാലത്തും ഈ ദുരിതം വിതച്ച കാലത്തും ഉണ്ടാകട്ടെ എന്നുള്ളത് തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സൈനികരുടെ നടപടികൾ വളരെ സക്രിയമായ രീതിയിൽ, സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബെയിലി പാലം വേഗത്തിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കണം. അങ്ങനെ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ അപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത് സുഗമമായ രീതിയിൽ സാധ്യമാവുകയുള്ളൂ. എന്തായാലും രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇവിടേക്ക് വരുന്ന വഴി നിരവധി കാഴ്ചകൾ കണ്ടു. മേപ്പാടി മുതൽ ഇങ്ങോട്ട് വയനാടിന് സഹായഹസ്തവുമായി ധാരാളം മനുഷ്യരെത്തുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള റിലീഫ് ഫണ്ടുകൾ ഇവിടെ എത്തി നിൽക്കുന്നു. കർണാടകയിൽ നിന്നുള്ള റിലീഫ് ഫണ്ടുകൾ ഇവിടെ എത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ സഹായങ്ങൾ എത്തി നിൽക്കുന്നു. സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വന്നു നിൽക്കുന്നു. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്നു. അങ്ങനെ അതാണ് ഇവിടുത്തെ വയനാടിൻ്റെ ഈ മേഖലയെ, ഈ ചൂരൽമലയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഇവിടെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്.
ാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുർജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ തുടങ്ങും. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പാലം നിർമ്മാണം അവിടെ ഒരു വശത്ത് നടക്കുന്നു. സൈന്യം ബെയിലി പാലം നിർമ്മാണം പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള ശ്രമകരമായ ദൗത്യത്തിലാണ്. കുറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ബെയിലി പാലം എന്നാൽ എന്താണ് എന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ വിശദമായ വിവരങ്ങൾ നൽകിയിരുന്നു. ബെയിലി പാലം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഭാഗങ്ങൾ കൊണ്ടുവന്ന് എവിടേക്കാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ എളുപ്പമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് സൈന്യത്തിലുണ്ടാകുന്ന സംഘങ്ങളെല്ലാവരും ചേർന്ന് അത് അവിടെ വെച്ച് തന്നെ ക്ലാമ്പുകൾ ഉപയോഗിച്ച് യോജിപ്പിച്ചാണ് ഈ പാലം ഉണ്ടാക്കുന്നത്. ഒരു ദിവസം പൂർണ്ണമായും വേണ്ട യഥാർത്ഥത്തിൽ ഈ പാലം ഉണ്ടാക്കാൻ. ഇന്നിപ്പോൾ മുണ്ടക്കൈയിലുള്ള ആ ഒരു വെല്ലുവിളി, ഇന്നലെ മഴയുണ്ടായി, അതുപോലെ അവിടുത്തെ ഒരു ടെറൈൻ, അതിൻ്റെയൊക്കെ ഒരു വലിയ പ്രശ്നം കൊണ്ടാണ്, വലിയ പ്രയത്നമുണ്ട് ആ ബെയിലി പാലം അവിടെ ഉണ്ടാക്കാൻ. പക്ഷേ ഇന്ന് ഉച്ചയോടെ തന്നെ ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. അതിനുശേഷം കൂടുതൽ യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും. ഈ തെരച്ചിലിന് അത് കൂടുതൽ ഉപകരിക്കും. ഏറ്റവും പ്രധാനം 227 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അവർക്കായുള്ള തെരച്ചിൽ അത് തന്നെയാണ് പരമപ്രധാനം. അതിനായുള്ള നടപടികളാണ് ഇന്നുണ്ടാവുക. ഇന്ന് 6 മണിക്ക് തന്നെ സൈന്യത്തിൻ്റെ എല്ലാ സംഘങ്ങളും തെരച്ചിൽ തുടരും. ഒരു വശത്ത് ബെയിലി പാലം, സമാന്തര പാലം നിർമ്മാണം നടക്കുന്നു. ഒപ്പം തന്നെ രക്ഷാദൗത്യത്തിൽ NDRF സംഘമുണ്ട്, വിവിധ സന്നദ്ധ സംഘടനകളുണ്ട്, പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് ഇന്ന് എത്തുന്നുണ്ട്. ഇന്ന് അവിടെ സർവകക്ഷി യോഗം നടക്കുന്നുണ്ട്. മുന്നോട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകണം. അതിനുള്ള ചർച്ചകൾ ഉണ്ടാകും. പുനരധിവാസത്തിലേക്കും മറ്റും കടക്കുന്നതിന് മുൻപ് തന്നെ ഏറ്റവും പ്രധാനം ഈ കാണാതായവരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത്രയും ആശ്വാസമാകും. സുർജിത്ത് അയ്യപ്പത്ത് അവിടെ തുടരുന്നുണ്ട്. സുർജിത്ത്, ഈ ഇന്നിപ്പോൾ തെരച്ചിൽ അത് ഏത് രീതിയിലാണ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ബെയിലി പാലം വേഗത്തിൽ തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ദൗത്യം ചൂരൽമലയിലാണ് സുർജിത്തും ഷഫീദ് റാവുത്തറുമുള്ളത്. മുണ്ടക്കൈ പുഴയ്ക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിരാവിലെ തന്നെ അതാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നതും. എന്തായാലും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് സൈനികരെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധ പ്രവർത്തകരുണ്ട്, ധാരാളം മനുഷ്യരുണ്ട്. അവരുടെ എല്ലാം തന്നെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഈ മേഖല എന്ന് പറയുന്നത് അനുഭവമാണ്. പലപ്പോഴും രക്ഷാപ്രവർത്തനത്തെ അത് ബാധിക്കുന്നുമുണ്ട്. ഇന്നലെ ബെയിലിപ്പാലം നിർമ്മാണത്തിനിടയിൽ പലതവണ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തു. പിന്നെ മലവെള്ള പാറ്റുണ്ടായി. അതേ തുടർന്ന് നേരത്തെ നിർമ്മിച്ച ആ പാലം മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായി. രക്ഷാപ്രവർത്തകർക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി. അതിനെല്ലാം തന്നെ ഒരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. മഴ മാറിയിരുന്നെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം വേഗത്തിൽ സാധ്യമാവുകയുള്ളൂ. കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പൂർണ്ണമായും ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അനുഭവമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ധാരാളം ആളുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. 200-ലധികം ആളുകളെ ഇനിയും രക്ഷിച്ചെടുക്കാനുണ്ട് എന്നുള്ളതാണ് വിവരം. ധാരാളം മനുഷ്യർ ഫോണിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നു. തങ്ങളുടെ ഉറ്റവരെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ സന്ദേശം അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് പലരും വിളിച്ചു പറയുന്നു ഉറ്റവരെ കാണുന്നില്ല, ഇത് കണ്ടെത്താൻ ക്യാമ്പുകളിലേക്ക് അയക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ആളുകളുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം. ഇത്രയ്ക്കധികം ആളുകളുടെ ഒരു മിസ്സിംഗ് ഉണ്ട്. കാരണം പാടികളടക്കം ഈ ഉരുൾപൊട്ടലിൽ നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാടികളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വലുതാണ്. അപ്പോൾ എത്രമാത്രം വലുതാണ് ഇവിടുത്തെ മരണസംഖ്യ ഉയരുന്ന പശ്ചാത്തലത്തിൽ എത്രമാത്രം വലുതാണ് ഈ ദുരന്തം എന്നുള്ളത് നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ ഒരു അപകടകരമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സൈന്യവും രക്ഷാപ്രവർത്തകരും ചേർന്ന് പരമാവധി ആളുകളെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിർമ്മിച്ച ചെറുപാലത്തിൻ്റെ ഈ സമാന്തരമായി നിർമ്മിച്ച 60 അടിയോളം വരുന്ന ചെറുപാലത്തിൻ്റെ നിർമ്മാണവും ഇന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിക്കാനുള്ള ഇടപെടലാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്തുള്ളത്. രാവിലെ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ സുഗമമായ രീതിയിൽ അപ്പുറത്തേക്ക് ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും, എല്ലാവർക്കും സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യാശ പകരുന്ന കാര്യം. കൂടുതൽ പേരെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യാശ പകരുന്ന കാര്യം. അത്തരമൊരു ദൗത്യമാണ് ഇപ്പോൾ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ. ഇന്നലെ ഒരു 12 മണിയോടുകൂടി ഈ ഒരു ദൗത്യം ആരംഭിച്ചതാണ്. 12 മണിയോടുകൂടി ഈ ഒരു ഇടപെടൽ തുടങ്ങിയതാണ്. ആ ദൗത്യം തുടരുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ ചെറുപാലത്തിൻ്റെ നിർമ്മാണം ഇന്നലെ രാത്രി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി 12 മണിക്ക് അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചതാണ്. ഇവിടെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ സൈന്യത്തെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഇന്ന്
ഇന്ന് വൈകിട്ട് തന്നെ 160 അടി നീളമുള്ള ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നേരത്തെ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പൂർത്തീകരിക്കാനുള്ള ശാസ്ത്രാന്ത പരിശ്രമത്തിലാണ് ഇപ്പോൾ സൈനികരെല്ലാം തന്നെ ഉള്ളത്. ഇന്നലെ രാത്രി ഇവിടെ പണി മുടങ്ങിയിട്ടില്ല. രാത്രിയിലും വളരെ സജീവമായ രീതിയിലുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.